ഇന്ന് നമ്മൾ കയ്യിൽ കിട്ടിയ മീനുകളെല്ലാം വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഇത്രയും മീനുകളാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മീനുകൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് സീ ഫുഡ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് കല്ലുമ്മക്കായും അതുപോലെ തന്നെ ഞണ്ട്, കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ കടുക്ക, പിന്നെ ഞണ്ടിൻ്റെ കാല്, അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത്. പിന്നെ ചെമ്മീൻ്റെ തലയാണ്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് വേവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കല്ലുമ്മക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. ഇത് റിസ്ക് എടുക്കരുത്, കാരണം കല്ലുമ്മക്കായയിൽ ചിലപ്പം മണലിൻ്റെ ഇതുണ്ടാവും. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളെ ചെമ്മീനില്ലേ, ചെമ്മീൻ്റെ തല മാത്രം എടുത്താൽ മതി, എന്നിട്ട് വേവിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് ഇടുന്നത് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മീനിൻ്റെ ഒരു മസാല, നമ്മളതിപ്പോൾ ഉണ്ടാക്കും, മീൻ മസാലപ്പൊടിയും, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, എല്ലാം കുറച്ചാണ് മസാല ഇതിലിടുന്നത്. എന്നിട്ട് അത്രയും ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ മീനുകളെയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കുരുമുളക് പൊടിയും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, ഈ 3 സാധനങ്ങൾ ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മീനുകളെന്ന് പറയുമ്പം ഒന്ന് ചെമ്മീനാണ്. ചെമ്മീൻ 1 കിലോ ചെമ്മീനുണ്ട്. വലിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ അതെടുക്കുക, അപ്പോഴാണ് കുറച്ചും കൂടി ഒരു രുചി ഉണ്ടാവുക, കാണാനും ഭംഗിയുണ്ടാവും. പിന്നെ കൂന്തളാണ് എടുത്തത്. കൂന്തൾ ഇവിടെ 1 കിലോ ഉണ്ടെങ്കിലും അതിലൊരു 1/2 kg ഒക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ. കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് സ്ക്വിഡ് റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൂന്തളിൻ്റെ തല മുഴുവനായിട്ടും നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് തന്നെ മാറ്റി വയ്ക്കുക, കാരണം അതിങ്ങനെ ബിരിയാണിയിൽ കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഞണ്ടാണ്. ഞണ്ട് ഈ ഒരു സൈസിലുള്ള ഞണ്ടാണ് ഞാനിവിടെ എടുത്ത 4 എണ്ണമാണ്. അത് ഏകദേശം ഒരു 1 കിലോയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ഞണ്ട് എടുത്തിട്ട് 4 കഷ്ണങ്ങളാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കാല് നേരത്തെ സ്റ്റോക്കിന് വേണ്ടിയിട്ട് എടുത്തല്ലോ. പിന്നെ അടുത്തത് അയക്കൂറയാണ്. അയക്കൂറ നമ്മൾ ഇവിടെ അവർ ഭയങ്കര നൈസായിട്ടാണ് കട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അത്രയും നൈസാക്കണ്ട, കുറച്ച് കട്ടിയിൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിയിൽ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ അതെടുക്കുക. ദെൻ എല്ലാം തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ആ സ്റ്റോക്ക് വെച്ചില്ലേ അതൊന്ന് നോക്കാം. അപ്പോൾ ഇതാ അതൊക്കെ നന്നായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതവിടെ ഓഫ് ചെയ്ത് വെക്കാം. കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഫ്രൈ ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകരുത്, കാരണം നമ്മളെ ബിരിയാണിക്ക് ഈ മീനിൻ്റെ ഒരു ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പകുതി വേവേ ആവാൻ പാടുള്ളൂ. അപ്പോൾ ആ വേവിൽ നമ്മൾ എടുക്കണം, അപ്പോഴാണ് മീനിൻ്റെ ഫ്ലേവർ മുഴുവനായിട്ടും നമ്മുടെ റൈസിലേക്ക് കിട്ടുക. സീ ഫുഡ് ബിരിയാണി എന്ന് പറയുമ്പം മീൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ബിരിയാണിയാണ്, കാരണം നല്ല ഒരു മീനുകളുടെ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ആ ബിരിയാണിയിൽ കിട്ടുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ കൂടി വരുമല്ലോ. സൺഫ്ലവർ ഓയിലാകുമ്പോൾ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മീനിൻ്റെ ആ ഒരു രുചി മുഴുവനായിട്ടും നമുക്ക് ആ ബിരിയാണിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഇതെടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റാണ് നമ്മൾ ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇടുമ്പോൾ തന്നെ നമ്മുടെ മീനിന് നമ്മുടെ ബിരിയാണിക്ക് എന്താണോ വേണ്ടത് അത്രയും കറക്റ്റ് വേവായിട്ട് കിട്ടും. മീൻ അധികം മൊരിയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്ന മീനിൻ്റെ ഫ്ലേവറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അധികം മൊരിക്കാതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2 മിനിറ്റിൽ തന്നെ എല്ലാ മീനുകളും ഇട്ടിട്ട് കോരിയെടുക്കുക. 2 മിനിറ്റേ വേണ്ടൂ, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് എണ്ണയിൽ എല്ലാതും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കിയാലോ. 1.5 കിലോ അരിയുടെ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 5 മീഡിയം സൈസ്, ആ ഒരു സൈസ് കണ്ടില്ലേ, ആ ഒരു സൈസിലുള്ള മീഡിയം സൈസിലുള്ള 5 എണ്ണമാണ് ഉള്ളി വേണ്ടത്. പിന്നെ ഞാനിപ്പോൾ കയ്യിലെടുത്ത് കൊണ്ടുവന്ന പോലെ ചെറിയുള്ളി കൊണ്ടുവരിക, അതായത് കയ്യിൽ നിറച്ചുമായിട്ട് ചെറിയുള്ളി, അതൊരു 20 എണ്ണമൊക്കെ ഉണ്ടാവും. പിന്നെ 2 പോണ്ട് ഇത് വെളുത്തുള്ളി, ദെൻ നമ്മുടെ നാടൻ വെളുത്തുള്ളിയാണ്, നാട്ടിൽ ഉണ്ടാവുന്ന കുഞ്ഞ വെളുത്തുള്ളിയാണ്, അല്ലാതെ വലിയ വെളുത്തുള്ളിയല്ല. ഇനിയില്ല, അതിൻ്റെ മുന്നേ നമുക്ക് നമ്മളുടെ ഫിഷ് മസാല ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മീൻ മസാല ഉണ്ടാക്കാം. 1.5 കിലോ അരിക്കുള്ളതാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതായത് 5 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, അതുപോലെ 10 എണ്ണം ഏലക്കായും, അത്ര തന്നെ ഗ്രാമ്പൂ, 10 ഗ്രാമ്പൂവും, പിന്നെ നമ്മുടെ തക്കോലം സ്റ്റാർ അനീസ് എന്ന് പറയുന്ന സംഭവമില്ല, അതൊന്ന്, ഒരു ചെറിയ ഒന്ന്, പിന്നെ പട്ടയും അതുപോലെ തന്നെ 3 ചെറിയ കഷ്ണം. എന്നിട്ട് അതിനെ നന്നായിട്ട് വറുത്തിട്ട് ഈ ഒരു കളറാവില്ലേ, നമ്മുടെ പെരിഞ്ജീരകമൊക്കെ കളർ മാറിയിട്ട് ഒരു യെലോയിഷ് ആവില്ലേ, അതുവരെയും വറുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് പൊടിക്കണം. നമ്മൾ മസാലയിൽ ഇടുമ്പോൾ കാണാം അരിച്ചിട്ടാണ് നമ്മൾ മസാലയിലേക്ക് അതിനെ ഇടുന്നത്. ഇനി നമ്മുടെ ഉള്ളി കട്ട് ചെയ്ത് വെക്കാം.
നൈസായിട്ട് സാധാരണ ബിരിയാണിയുടെ പോലെ തന്നെ കട്ട് ചെയ്യുക. ഉള്ളി 5 എണ്ണമാണ് ഉള്ളത്. 1.5 കിലോ അരിക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് എന്നുള്ളത് ഓർത്ത് വെക്കണേ. പിന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞു പോകത്ത് ചതച്ചാണ് എടുക്കേണ്ടത്. അതിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു 20ഓളം ഒക്കെയാണ് ചെറിയുള്ളി ഉണ്ടാവുക. ചെറിയുള്ളി ഉണ്ട്. പിന്നെ ഒരു മീഡിയം സൈസാണ് നമ്മുടെ ഇഞ്ചി വരിക. വലിയ ഇഞ്ചിയുടെ കഷ്ണം വേണ്ട. പിന്നെ ആ 2 വെളുത്തുള്ളിയില്ലേ അത് 15 എണ്ണം എടുത്ത്. ഇനി നല്ല എരിയുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 9 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ അതും എടുത്ത് അത് ഞാൻ ചതച്ച് ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ വേറെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫിഷ് മസാലപ്പൊടിയും റെഡിയാണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ നേരത്തെ മീൻ പൊരിച്ചതിൻ്റെ എണ്ണയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതെടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു ഫ്രഷ് ബിരിയാണിയുടെ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് എണ്ണയിൽ നേരത്തെ മീൻ നമ്മൾ 2 മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഹാഫ് വേവ് ആയിട്ടല്ലേ എടുക്കുന്നത്, ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് എണ്ണ മാത്രം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് പുതിയ എണ്ണ എടുത്തിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റുക. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ അരി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ലോങ് ഗ്രെയിൻ റൈസ്, അത് വലിയ അരിയില്ലേ അതാണ് എടുത്തിരിക്കുന്നത്, ബസ്മതിയുടേത്. പിന്നെ നമ്മുടെ ഉള്ളി വഴറ്റി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്. അത് കഴിഞ്ഞിട്ട് 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇതിലേക്ക് ഇടുന്നത്. പിന്നെ വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളിയുടെ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ സാധാരണ ആ ബിരിയാണിയല്ല, ദം ബിരിയാണിയല്ല. ദം ബിരിയാണി ആണെങ്കിൽ നമ്മൾ ജീരകശാല അരിയാണ് കുറച്ചും കൂടി എനിക്ക് രുചിയുള്ളത് തോന്നിയത്. പക്ഷെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എല്ലാ മീനുകളും കൂടെ മിക്സാക്കിയിട്ട് സീ ഫുഡ് ബിരിയാണി ആവുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ നല്ലത് ഈ ഒരു വലിയ ബസ്മതി അരിയാണ്. അതിനാണ് ആ ലോങ് ഗ്രെയിൻ റൈസിൽ അതിലാണ് കുറച്ചും കൂടെ രസമുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ അരിയൊക്കെ കഴുകും കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കഴുകണം. അതിൻ്റെ കളറ് മാറി ക്ലിയർ ആയിട്ടുള്ള വെള്ളം വരുന്നവരെ കഴുകുക. എന്നിട്ടിതാ അതവിടെ പൊതിരാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റൊക്കെ അരി അവിടെ വെക്കുക. എന്നിട്ടിതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നില്ലേ, അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മുഴുവൻ ഗരം മസാലപ്പൊടിയും ആ ഫിഷ് മസാലപ്പൊടിയില്ലേ അത് മുഴുവനായിട്ടും അതിലേക്ക് അരിച്ചിട്ടിടണം. തീരെ നല്ല നൈസായിട്ടുള്ള പൗഡർ ആയിരിക്കണം നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ഫിഷ് മസാലയിലേക്ക് വേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ മീനും കൂടെ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ ഞാൻ നേരത്തെ ആ അയക്കൂറ ഇതിലേക്ക് ചേർത്തിട്ടില്ല, കാരണം പൊടിഞ്ഞു പോവും. നമ്മൾ നൈസായിട്ടല്ലേ കട്ട് ചെയ്ത് തന്നെ, അപ്പോൾ അതുകൊണ്ട് പൊടിഞ്ഞു പോവും. അല്ല നല്ല കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ ഇതിൽ തന്നെ അയക്കൂറയോ അല്ലെങ്കിൽ നെയ്മീനോ എന്താണുള്ളത് അത് ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അവിടെ മൂടി വയ്ക്കാം. ഇനി നമ്മുടെ മസാലയിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയും പുതിനയിലയും ഒരു പിടിയെടുക്കുക, രണ്ടും, അത്ര അധികമൊന്നും വേണ്ട. എന്നിട്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിയുക. എന്നിട്ട് അരിഞ്ഞു വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ തൈരും കൂടെ അരച്ചിട്ടുള്ള പേസ്റ്റാണ്. ഒരു പിടി, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണാണ് തൈര് എടുക്കുന്ന 3 ടേബിൾ സ്പൂൺ തൈര് അത്രയും ഇടുക. എന്നിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എടുക്കുക. ഇനി നമ്മളുടെ അരി ഞാനവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റൊക്കെ എനിക്ക് ആവശ്യം വന്നുള്ളൂ. ഇവിടെ നല്ല ചൂടാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് അപ്പോൾ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് അധിക നേരമൊന്നും വെച്ചിട്ട് പൊടിച്ച് കളയരുത്. ഇനി നമ്മളുടെ മസാലയിലേക്ക് മല്ലിയില ഇട്ടു, പുതിനയില ഇട്ടു, ദെൻ നെക്സ്റ്റ് നമ്മളുടെ ആ തൈരിൻ്റെ ആ പേസ്റ്റ് ചേർത്തു. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണ് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഗരം മസാലയില്ലേ ആ ഗരം മസാല ഇടുക. ഇത് മീൻ മസാലയല്ല, അതും കൂടെ ഇടുമ്പോഴാണ് ഈ രുചികളെല്ലാം കൂടെ അങ്ങ് യോജിച്ചിട്ട് നല്ലൊരു മണവും നല്ല ഒരു ടേസ്റ്റും ഈ മസാലയ്ക്ക് ഉണ്ടാവും. അതിലേക്ക് ഒരു ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. നല്ല രുചിയാണ്. ആ മീനിൽ ആ മസാലയുടെ ഇതൊക്കെ കൂടെ പിടിച്ചിട്ട് നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ അതെല്ലാം കൂടെ ആയി നമ്മളുടെ മസാല അവിടെ റെഡിയായി. ഇനി നമ്മളുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സീ ഫുഡ് ബിരിയാണിയാണ്. ഫുള്ള് മീനിങ്ങനെ അതിൻ്റെ ഫ്ലേവർ നിറയണം. അതുകൊണ്ടാണ് നമ്മളിവിടെ മീനിൻ്റെ ഇങ്ങനെ തന്നെ വേവിച്ചിട്ടുള്ള ആ ഒരു കറി നമ്മൾ യൂസ് ചെയ്യുന്നത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സാധാരണ മീൻ ബിരിയാണി അല്ല. സാധാരണ മീൻ ബിരിയാണി അല്ലാത്തതുകൊണ്ടാണ് ഇതിൽ ഇത്ര അധികം മസാലയൊക്കെ ഇടുന്നത്. മറ്റേ നമ്മുടെ സാധാരണ മീൻ ബിരിയാണി ഒറ്റൊരു മീൻ കൊണ്ട് വെക്കില്ലേ, അപ്പോൾ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ വെള്ളം അളന്നിട്ടെടുക്കണം, കാരണം വറ്റിച്ചാണ് വെക്കുന്നത്. ഇവിടെ 1.5 എന്ന് പറയുമ്പം 6 ഗ്ലാസ്സിന് 12 ഗ്ലാസ് വെള്ളം, അതായത് ഒരു ഗ്ലാസ്സിന് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. അത് തിളക്കാൻ വേണ്ടിയിട്ട് അപ്പുറം വെച്ചു. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ അരി വറുത്തുണ്ടാക്കുന്നതുകൊണ്ട് അധികം നെയ്യൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലിന് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. എന്നിട്ട് അതിലേക്ക്
4 ഗ്രാമ്പൂ, 4 ഏലക്ക, ഒരു തക്കോലം, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ബേ ലീഫ്. ഇത്രയും സംഭവങ്ങളാണ് ഇട്ടത്. എന്നിട്ട് നമ്മളുടെ അരി വാർത്ത് വെച്ചല്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ വറുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ആയിരിക്കണം. ആ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് ചേർക്കുക. ഇനി ഞാൻ സാധാരണ പറയുന്നത് പോലെ തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ബിരിയാണി ചോറ് ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൂടി വെക്കും, 5 മിനിറ്റ് വെക്കും. അപ്പോൾ ഇങ്ങനെ ഒരേ ലെവലിലേക്ക് എത്തും. എന്നിട്ട് ഒന്നങ്ങോട്ട് ഇളക്കും. എന്നിട്ട് അതിനെ ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അങ്ങോട്ട് വെച്ചാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ ഓഫാക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടെ അവിടെ വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചോറ് നമ്മൾക്ക് ഇത് മറ്റേ ബസ്മതി റൈസ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ ചോറൊന്ന് നന്നായി അതിൻ്റെ സ്റ്റിക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് തണിയാൻ വേണ്ടിയിട്ട് അതിൽ നിരത്തി അവിടെ വെക്കും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. ഒന്ന് മുട്ട, നമ്മളുടെ കറിവേപ്പില മസാലയില്ലേ ആ ഒരു സംഭവം ഇട്ടിട്ട്, നിങ്ങൾക്കറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാനത് പറഞ്ഞുതരാം. മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളിതിനെ ഒന്നങ്ങോട്ട് മിക്സാക്കും. എന്നിട്ട് ഈ ഒരു പൊടിയുണ്ട്, ഈ ഒരു സംഭവം കൂടെ അതിലങ്ങോട്ട് ഇട്ടിട്ട് മിക്സാക്കി ഇങ്ങോട്ട് എടുക്കും. ഇതാണ് കാട. നല്ല രസമാണ്. കാടമുട്ടയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള. ഭയങ്കര രുചിയാട്ടോ അതിന്, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ആ സംഭവം ആക്കി ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ദമ്മിടാം. ലെയറായിട്ടാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ 2 ലെയറാണ്. അപ്പോൾ പകുതി ഇങ്ങോട്ട് മാറ്റി, എന്നിട്ട് ആദ്യത്തെ അതിൻ്റെ പകുതിയിൽ നമ്മൾ ആ മീൻ അതിൻ്റെ മേലെ അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ്. കാരണം പൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിൻ്റെ ഫ്ലേവറും കൂടെ അതിലേക്ക് വരും ചെയ്യും, അതിലേക്ക് മസാല പിടിക്കുകയും ചെയ്യും. ഇപ്പം നമ്മളിങ്ങനെ ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ. അപ്പോൾ എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ ആദ്യത്തെ റൈസൊക്കെ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് പിന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മളുടെ കുറച്ച് മസാല ഉള്ളതില്ലേ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ ഒന്നോട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം ഒന്നുകൂടി സോഫ്റ്റ് ആവാനാണ് നമ്മുടെ റൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇത് അടുത്ത ലെയറും കൂടെ ആക്കി അതിൻ്റെയും മേലെ നമ്മൾ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച്, എന്നിട്ട് നമ്മളുടെ മറ്റേ ബിരിയാണിയിൽ ചെയ്ത പോലെയാണ്. ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു ബിരിയാണി ഇട്ടില്ലായിരുന്നു, ദം ബിരിയാണി, മലബാർ ദം ബിരിയാണി. അതിലെ പോലെയാണ് നമ്മളത് ദമ്മാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതില്ലേ ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ വരുന്നത് ക്യാരറ്റ് ഹൽവയാണ്. ഇത് സാധാരണ പോലെയല്ല, ഇതിന് ജസ്റ്റ് അളവെന്ന് പറഞ്ഞുതരാം. 250 ഗ്രാം ക്യാരറ്റിന് നമ്മൾ 500 ലിറ്ററാണ്, 1/2 ലിറ്റർ പാലെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗറാണ്, നമ്മുടെ സാധാരണ പഞ്ചസാരയല്ല. കുറച്ച് ഇത് സോൾട്ട് ഇടും, ദെൻ നെയ്യ് അവസാനം ഒന്നുകൂടെ ഒഴിച്ചും കൊടുക്കും. അങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല വ്യത്യാസമുണ്ട് മറ്റേ ഷുഗറിനേക്കാളും. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഇട്ട് നോക്കണം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പം. അപ്പോൾ അതും നമ്മൾ ഉണ്ടാക്കിയിട്ട് അതവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടാണ്. സ്വീറ്റ് ബീട്രൂട്ടോ അങ്ങനെയുള്ളൊരു സാധനമാണ്. ബീട്രൂട്ടിൻ്റെ ഒരു മധുരവും എരിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. അതും നല്ല രസമാണ്. അതിനും വലിയ പണിയൊന്നുമില്ല. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക. മുന്തിരിയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകും ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബീട്രൂട്ട് ഇടുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് അരച്ചെടുക്കുക. അരക്കുക എന്ന് പറയുമ്പോൾ നല്ലോണം അരഞ്ഞ് ചമ്മന്തി പോലെ അങ്ങനെ അരഞ്ഞു പോകരുത്. പക്ഷേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇടിച്ചതുപോലെ നമുക്ക് കിട്ടുക. ഭയങ്കര രസമാണ്, നല്ല രസമുള്ള സാധനമാണ്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വിളമ്പേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. സീ ഫുഡ് ബിരിയാണി എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ലത് വാഴയിലയിൽ വിളമ്പുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത് നമ്മുടെ ഈ മീനുകൾ, പല മീനുകൾ വലിയില്ലേ, അതൊക്കെ ഏകദേശം എവിടെയാണ് ഉള്ളതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ ആ വിളമ്പിക്കൊണ്ട് അതിൽ എല്ലാ മീനുകളും ഇങ്ങനെ പെടണം. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈ ഞണ്ട്, അതുപോലെ തന്നെ കൂന്തളിൻ്റെ സ്ക്വിഡിൽ അതിൻ്റെ തല, അതൊക്കെ ഇതിന് നല്ല ഭംഗി കൊടുക്കും. അപ്പോൾ അങ്ങനെ എല്ലാ മീനുകളും പെടുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ അതിൻ്റെ മേലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ പൊരിച്ചതില്ല, ഉള്ളിയൊക്കെ പൊരിച്ചത് അത് അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇടുക. പിന്നെ ഇതിൽ വരുന്ന വേറൊരു സാധനം എന്ന് പറയുന്നത് സ്ക്വിഡ് റിങ്സ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മളെല്ലാം കൂടെ രാത്രിയായി, അപ്പോൾ സ്ക്വിഡ് റിങ്സ് ഉണ്ടാക്കിയില്ല. ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. കൂന്തളാണത്. പിന്നെ അതിൻ്റെ കൂടെ ഈ അനിയൻ റിങ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളി, സുർക്ക, ആപ്പിൾ സൈഡറോ അല്ലെങ്കിൽ വൈറ്റോ വിനെഗർ, അപ്പോൾ അത്, ഉപ്പ്, മുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ളതാണത്. പിന്നെ നമ്മളുടെ ബീട്രൂട്ടിൻ്റെ സംഭവമാണ്. ബീട്രൂട്ടിൻ്റെ സംഭവത്തിൻ്റെ മേലെ നമ്മൾ വറ്റൽ മുളകില്ലേ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതാ നമ്മുടെ കാടമുട്ട, അതും അതിൻ്റെ മേലെ ഇടുക. ദെൻ ക്യാരറ്റ് ഹൽവ നമ്മൾ സെറ്റാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി അടുത്ത ഈ സംഭവം എന്ന് പറയുന്നത്, നമുക്ക് മധുരം കഴിക്കാൻ ഇങ്ങനെ കൊതിയായിട്ട് നിൽക്കുന്ന സമയം ഉണ്ടാവില്ലേ, ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള ഒരു സംഭവമാണ് ഇത്. ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ലഡു, കേക്ക്, ദെൻ ഐസ്ക്രീം, തൈര്, പീനട്ട്,
ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഇത് അങ്ങോട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇടിച്ച് പഞ്ചറാക്കി ഇങ്ങനെ എടുക്കും. എന്നിട്ട് കഴിക്കുമ്പോൾ ഒന്നും പറയണ്ട, അത്രയ്ക്കും രുചിയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി കഴിച്ച് നോക്കാം. അത് കണ്ടില്ലേ, കൂന്തൽ, ഞണ്ട്, പിന്നെ അതിൻ്റെ തല, എല്ലാ മീനുകളും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ട് കഴിക്കണം. ഇത് കഴിക്കുമ്പോൾ ആ ഉള്ളിയും നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു സംഭവം ഉണ്ടായില്ലേ, അതും നമ്മുടെ ഇഷ്ടപ്പെട്ട മീൻ എന്താണോ അതും നമ്മുടെ കാടമുട്ടയും എല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സാക്കിയിട്ട് അങ്ങോട്ട് ഇടണം. നമ്മുടെ വായിൽ നിറച്ചില്ല, ഫുൾ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. നമ്മളെ കടലിൻ്റെ രുചിയാണ് നമ്മുടെ വായിൽ നിറച്ചും ഉണ്ടാവുക. അത്ര രസമാണ്. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. മാങ്ങയുടെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല, എനിക്കൊരു ചെറിയൊരു പനി പിടിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കാണാം.